നമസ്കാരം, എല്ലാവർക്കും ഇൻസ്പയർ PSCയുടെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഏറ്റവും സിമ്പിളായ ഒരു കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ഒരു നിയമങ്ങളും ബാധകമല്ലാതെ ഒറ്റ നോട്ടത്തിൽ ഒരു സെക്കൻഡിൽ ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു കൺസെപ്റ്റ്. അതാണ് ഒരു സിമ്പിൾ കോഡിന്റെ സഹായത്തോടു കൂടി UPSC എക്സാം ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ച് നടന്നു. ഈ ഒരു സിമ്പിൾ കോഡിന്റെ സഹായത്തോടു കൂടി റിപ്പോർട്ടഡ് സ്പീച്ചിലെ ഏറ്റവും സിമ്പിൾ ആയ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുന്നു. നമ്മളൊരു ക്വസ്റ്റ്യനിലൂടെ ആദ്യം നോക്കാം. ഫസ്റ്റ്, ടീച്ചർ സെഡ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇതായിരിക്കും ചോദ്യം. അപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഡബിൾ ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് കിടക്കുന്നത് അതിനെ സ്പീച്ച് പാർട്ട് എന്നാണ് പറയുന്നത്. ആ സ്പീച്ച് പാർട്ടിന്റെ സ്വഭാവം, സ്പീച്ച് പാർട്ട് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ, ഭൂമി സൂര്യനെ പരിക്രമണം ചെയ്യുന്നു, ചുറ്റി സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഒരു പ്രപഞ്ച സത്യമാണ്, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അങ്ങനെ വന്നാൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്തിന്, ഒരു പ്രപഞ്ച സത്യത്തിന് ഒരു മാറ്റം വരുത്താനും നമുക്ക് അവകാശമില്ല. അതിന് ഒരിക്കലും മാറ്റം സംഭവിക്കില്ല. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറുമ്പോൾ യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ പ്രപഞ്ച സത്യത്തിന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. അങ്ങനെ മാറ്റം വരുത്താൻ പാടില്ലാത്ത കുറച്ച് കൺസെപ്റ്റുകൾ ഒരു കോഡിലൂടെ നമ്മൾ പറയുന്നു. കോഡ് ഇങ്ങനെയാണ് പറയുന്നത്: UPSC എക്സാം എഴുതാൻ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി. യു, യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രപഞ്ച സത്യങ്ങൾ. P, പ്രോവർബ്, പഴഞ്ചൊല്ലുകൾ. പഴഞ്ചൊല്ലുകൾ പടച്ചവന് പോലും മാറ്റം വരുത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ദെൻ S ഫോർ സയന്റിഫിക് ഫാക്ട്, ശാസ്ത്ര സത്യങ്ങൾ. ദെൻ C, കോമൺ ഫാക്ട്, പൊതുതത്വങ്ങൾ, ജനറൽ ട്രൂത്ത് എന്നൊക്കെ പറയും. ദെൻ H സ്ക്വയർ, H ഫോർ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്. ദെൻ ഹാബിച്വൽ ആക്ഷൻ, പതിവായി നടക്കുന്ന പ്രവൃത്തികൾ. ദെൻ ലാസ്റ്റ് കോട്ട്സ്, ഉദ്ധരണികൾ. പ്രശസ്തരുടെ അല്ലെങ്കിൽ മഹാന്മാരുടെ വാക്കുകളാണ് കോട്ട്സ്. ഈ പറയുന്ന ഒരു കൺസെപ്റ്റുകളും ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറുമ്പോൾ ഒരു മാറ്റവും സംഭവിക്കില്ല. അപ്പൊ ശ്രദ്ധിച്ചോളുക. ആ കോഡ് UPSC എക്സാം എഴുതാൻ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി. ഇപ്പൊ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ, സ്പീച്ച് പാർട്ടിൽ ഈ പറയുന്നത് ഏതെങ്കിലുമാണ് വരുന്നതെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട. ഡബിൾ ഇൻവെർട്ടഡ് കോമ മാറ്റുന്നു, അതിനു പകരം ദാറ്റ് എഴുതുന്നു. വേറെ ഒരു മാറ്റവും വരുത്തുന്നില്ല. ഈ ഡബിൾ ഇൻവെർട്ടഡ് കോമ മാറ്റി അവിടെ കണക്റ്റിംഗ് വേർഡായി ദാറ്റ് ഉപയോഗിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് സെന്റൻസിലെ കണക്റ്റിംഗ് വേർഡാണ് ദാറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇത് മാത്രം എഴുതുന്നു, ബാക്കി അതുപോലെ എഴുതുന്നു. നമുക്ക് എഴുതാം: ടീച്ചർ സെഡ് that, ഡബിൾ ഇൻവെർട്ടഡ് കോമ മാറ്റുന്നു, ദാറ്റ് എഴുതുന്നു. ദാറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം അതുപോലെ എടുത്ത് എഴുതുന്നു. അപ്പൊ ഇത്തരം യൂണിവേഴ്സൽ ട്രൂത്ത്, ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ്, ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നു. The sun rises in the east, the sun sets in the west, the stars gives us light തുടങ്ങിയ എല്ലാ പ്രപഞ്ച സത്യങ്ങളും ഒരു മാറ്റവും വരുത്താൻ പാടില്ല. സെക്കൻഡ്, he said charity begins at home. ഇപ്പൊ ഡബിൾ ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് കിടക്കുന്നു ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഇത് ഒരു പഴഞ്ചൊല്ലാണ്. ചാരിറ്റി ആരംഭിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ്, കുടുംബത്തിൽ നിന്നാണ്. അത് കഴിഞ്ഞാണ് അതിനെ സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കേണ്ടത്. ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ബ്രിങ്സ് വിസ്ഡം ടു മാൻ. Slow and steady wins the race. To err is human, to forgive is divine. തെറ്റ് മാനുഷികം, ക്ഷമ ദൈവികം തുടങ്ങിയ പഴഞ്ചൊല്ലുകൾ, ഇതെല്ലാം സ്ഥിരം ചോദ്യങ്ങളാണ്. ഈ പഴഞ്ചൊല്ലുകൾ അല്ലെങ്കിൽ ഈ പ്രോവർബ്സ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നു, ഈ ഡബിൾ ഇൻവെർട്ടഡ് കോമ മാറ്റുന്നു, അവിടെ ദാറ്റ് എഴുതുന്നു. വേറെ ഒരു മാറ്റവും ഇല്ല. He said that charity begins at home. അപ്പൊ അത്യാവശ്യം കുറച്ച് പ്രോവർബ്സ് പഠിച്ചു വെക്കുക. Then third question, teacher said water freezes at 0 degrees Celsius. ജലം 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസായി മാറുന്നു. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എവരി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സെയിം പോൾസ് ആർ ഓപ്പോസിറ്റ് ഈച്ച് അതർ ആൻഡ് ഓപ്പോസിറ്റ് പോൾസ് ആർ അട്രാക്ട് ഈച്ച് അതർ തുടങ്ങിയ ശാസ്ത്ര സത്യങ്ങൾ, ഇതെല്ലാം ദാറ്റ് എന്ന കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ച് നമ്മൾ അതുപോലെ എഴുതുന്നു. ഇവയ്ക്കൊന്നും ഒരു മാറ്റവും വരുന്നില്ല. ഇവിടെ നമ്മൾ ദാറ്റ് എന്ന് മാത്രമാണ് അഡീഷണൽ ആഡ് ചെയ്യുന്നത്. ടീച്ചർ സെഡ് ദാറ്റ് വാട്ടർ ഫ്രീസസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഫോർത്ത്, ഹി സെഡ് എ ഗ്രേറ്റർ പാർട്ട് ഓഫ് അറേബ്യ ഈസ് ഡിസേർട്ട്. അറേബ്യയുടെ ഭൂരിഭാഗവും മരുഭൂമിയാണ്. അപ്പൊ ഇത് ഒരു കോമൺ ഫാക്റ്റ് ആണ്.
അപ്പൊ അതുപോലെ നമ്മൾ പറയുന്നതാണ് ലണ്ടൻ ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് തെയിംസ്. തെയിംസ് നദിക്കരയിലാണ് ലണ്ടൻ സ്ഥിതി ചെയ്യുന്നത്. അയോധ്യ ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് സരയു. അയോധ്യ സരയു നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തുടങ്ങിയ കോമൺ ഫാക്ട്, പൊതുതത്വങ്ങൾക്ക് യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല. ഹി സെഡ് ദാറ്റ് എ ഗ്രേറ്റർ പാർട്ട് ഓഫ് അറേബ്യ ഈസ് ഡിസേർട്ട്. ദെൻ ഫിഫ്ത്ത് പറയുന്നു, ഹി സെഡ് മാൻ ലാൻഡഡ് ഓൺ ദ മൂൺ ഇൻ 1969. 1969 മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി. ഈ ലാൻഡഡ് എന്ന് പറയുന്ന ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇത് ഹാഡ് പ്ലസ് ലാൻഡഡ് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറുന്നില്ല. ചരിത്ര സംഭവങ്ങൾക്കും ഒരു മാറ്റവും വരുത്താൻ പാടില്ല. അവിടെ നമ്മൾ എഴുതുന്നു ദാറ്റ് മാത്രം ആഡ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് ജോൺ കീറ്റ്സ് റോട്ട് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവർ. സൗന്ദര്യമുള്ള ഒരു വസ്തു ആനന്ദദായകമാണ്. മഹാന്മാരുടെ വാക്കുകൾക്ക് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ ബൈ വില്യം വേർഡ്സ്വർത്ത്. ഫ്രൈൽറ്റി ദൈ നെയിം ഈസ് വുമൺ. ചാബല്യമേ നിന്റെ പേരോ സ്ത്രീ. വിനി വിഡി വിസി. ഐ കെയിം ഐ സാ ഐ കോൺഗേഡ്. വന്നു കണ്ടു കീഴടക്കി ബൈ ജൂലിയസ് സീസർ. ഇപ്പൊ തുടങ്ങിയ പ്രശസ്തരുടെ വാക്കുകൾക്ക് ഒരു മാറ്റം വരുത്താൻ പാടില്ല. ദാറ്റ് ഉപയോഗിച്ച് അതുപോലെ എഴുതുന്നു. കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കുന്നു, അതുപോലെ എഴുതുന്നു. അപ്പൊ നമ്മൾ ഇതാണെന്ന് പ്രധാനമായി പഠിച്ചത്. ഈ കോഡ് ഓർത്തു വയ്ക്കുക. UPSC എക്സാം എഴുതാൻ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി യൂണിവേഴ്സൽ ട്രൂത്ത്, P പ്രോവർബ് പഴഞ്ചൊല്ലുകൾ, S സയന്റിഫിക് ഫാക്ട്, C കോമൺ ഫാക്ട് പൊതുതത്വങ്ങൾ, ദെൻ H ഹാബിച്വൽ ആക്ഷൻ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്, Q കോഡ്സ്. ഇത് സ്പീച്ച് പാർട്ടിൽ വന്നാൽ അതിന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. അത് ഈ ഡബിൾ ഇൻവെർട്ടഡ് കോമ ഒഴിവാക്കി അതുപോലെ എടുത്ത് എഴുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. കീപ് വാച്ചിങ് ദ വീഡിയോ.